Hello guys, welcome back. Infinix Zero 5G എന്ന ഡിവൈസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഇന്ത്യയിൽ. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സ്മാർട്ട് ഫോണിൻ്റെ ഇമേജസും ലീക്കായി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ റിയർ ക്യാമറ മോഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോയുടെ ഫൈൻഡ് X3 സീരീസിൽ വന്ന സ്മാർട്ട് ഫോണുകളിലേക്ക് ആ ഒരു സെയിം ക്യാമറ മോഡ്യൂൾ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് ഈ ഒരു ഡിവൈസിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഡിവൈസിൽ ഒരു സെൻറ്റർ പഞ്ച് ഹോൾ കട്ടായിരിക്കും വരുന്നത്. അതിലായിരിക്കും സെൽഫി ക്യാമറ വരുന്നത്. ക്യാമറയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പോയുടെ ഫൈൻഡ് X3 സീരീസിൽ വന്ന സ്മാർട്ട് ഫോണുകളുടെയൊക്കെ ആ ഒരു സെയിം ക്യാമറ മോഡ്യൂളാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത്. പ്രൈമറി സെൻസർ 48 മെഗാ പിക്സൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൽ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിരിക്കും വരുന്നത്. മീഡിയാടെക്കിൻ്റെ Dimensity 900 എന്ന ചിപ്സെറ്റ് ആകും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 5G കേപ്പബിൾ ആയ ഒരു ചിപ്സെറ്റ് തന്നെയാണ്. ഒപ്പം ഈ ഒരു ഡിവൈസിൽ LPDDR5 റാം ആയിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത്. കൂടാതെ UFS 3.1 സ്റ്റോറേജ് ആയിരിക്കും ഡിവൈസിൽ വരുന്നത്. ഏകദേശം 13ഓളം 5G ബാൻഡ്സ് ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇനി ബാറ്ററി ചാർജിങ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് വരുന്ന ഒരു 5000 mAh ബാറ്ററി ആയിരിക്കും. അതോടൊപ്പം 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടായിരിക്കും. Android 11 ബേസ് ചെയ്തിട്ടുള്ള ഇൻഫിനിക്സിൻ്റെ XOS ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇൻഫിനിക്സിൻ്റെ Zero 5G എന്ന ഡിവൈസിനെ കുറിച്ച് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു ഡിവൈസിൻ്റെ ലോഞ്ച് ഡേറ്റും പുറത്ത് വന്നിട്ടുണ്ട്. ഈ വരുന്ന February 8 ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം 20,000 രൂപയ്ക്ക് താഴെയാണ്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ Dimensity 900 അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്ത നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. അതോടൊപ്പം 13ഓളം 5G ബാൻഡ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.